എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇതാണ് പൊതുപരിഹാരം എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന എന്താ, രണ്ടാംകൃതി ബഹുപദം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം അല്ലേ. x+a x+b എന്ന് പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ എന്ത് നമ്മൾ പഠിച്ചു, എക്സിൻ്റെ വില കണ്ടുപിടിച്ചു. അതുവഴി ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. എക്സിന് ഏത് വില കൊടുക്കുമ്പോഴാണ് ഇത് =0 കിട്ടുക എന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ പരിഹാരം, എക്സിൻ്റെ വിലയാണ് പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിലൊക്കെ x² വെച്ചിട്ടാണല്ല അല്ലേ. x² പ്ലസ് അല്ലെങ്കിൽ x² മൈനസ് എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ 3x² + 5x + 7 അല്ലെങ്കിൽ 5x² + 6x + 9 ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവിടെ x² എന്തുണ്ട്, കോഎഫിഷ്യൻ്റ് ഉണ്ട്. x² കൂടെ എന്തുണ്ട്, ഒരു നമ്പർ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ച ബഹുപദത്തിൽ x² കോഎഫിഷ്യൻ്റ് 1 മാത്രമേ ഉള്ളൂ. അതായത് 1 × x² എന്താ, x². അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഏതൊരു രണ്ടാംകൃതി ബഹുപദം എടുത്താലും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളൊരു സമവാക്യമുണ്ട്. മനസ്സിലായില്ല? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എക്സിൻ്റെ വില. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഏത് രണ്ടാംകൃതി പോളിനോമിയലിനും ഇതിനും എടുക്കാം. ഇതുപോലെ തന്നെ x² കോഎഫിഷ്യൻ്റ് 1 അല്ലെങ്കിലും നമുക്ക് ആ ഒരു സമവാക്യം എടുത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും നേരം ചെയ്തത് നമ്മൾ x² പ്ലസ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് പരിഹാരം കണ്ടുപിടിക്കുക. ഇവിടെ നേരെ നമ്മൾ നേരിട്ട് നമുക്ക് ആ സമവാക്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയിൽ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഈ പൊതുപരിഹാരം എന്ന് പറയുന്നത്. ഇത് എല്ലാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനും എല്ലാ രണ്ടാംകൃതി ബഹുപദത്തിനും ആപ്ലിക്കബിളാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമവാക്യമാണ്. അതാണ് ആദ്യം തന്നെ നമുക്ക് രണ്ടാംകൃതി ബഹുപദത്തിൻ്റെ ഒരു പൊതുരൂപം എഴുതാം. ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ്, ax² + bx + c. ഇതാണ് രണ്ടാംകൃതി ബഹുപദത്തിൻ്റെ പൊതുരൂപം അല്ലെങ്കിൽ സാമാന്യ രൂപം അല്ലെങ്കിൽ കോമൺ അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായ? ax² + bx + c. ഇവിടെ x² എന്താ കോഎഫിഷ്യൻ്റ്, a ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് b, c എന്ന് പറയണത് ഒരു കോൺസ്റ്റൻ്റ്, ഒരു നമ്പർ. അപ്പോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വില ഏത് കൊടുത്താൽ നമുക്ക് ഇത് =0 കിട്ടും. അതാണ് നമ്മളുടെ സമവാക്യം. x = -b ± √b² - 4ac/2a. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇത് നിങ്ങൾക്ക് +1 +2 ഡിഗ്രി എല്ലാത്തിനും മാത്സ് വരുമ്പോൾ ആവശ്യം വരുന്നൊരു ഇതാണ്. പോളിനോമിയൽ എവിടെ ഉണ്ട് അവിടെ ഈ ഒരു ഫോർമുലയുടെ ആവശ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ ഫോർമുല നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, അത് പഠിച്ചു വെക്കുക. ആദ്യം തന്നെ ഈ ഫോർമുലയിൽ എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയണം, എന്നാലേ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ax² + bx + c എന്ന പോളിനോമിയലിൻ്റെ ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം അഥവാ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, -b എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, അതാണ് -b. ആ നമ്പറിൻ്റെ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ -b ± √b² - 4ac. കണ്ട, a എന്താ, x² കോഎഫിഷ്യൻ്റ്, c എന്താ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്, /2a. ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. ഇതിനി എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടുപിടിക്കുക. b² - 4ac കാണാം. കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. അതിന് ശേഷം അത് നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലം വെച്ച് തുടങ്ങാം. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, മറക്കരുത്. -b ± √b² - 4ac/2a. ഇനി പേജ് നമ്പർ 206 പേജ് നമ്പർ 206 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ചുവടെ കൊടുത്തിരിക്കുന്ന ബഹുപദങ്ങളുടെ ചിത്രങ്ങൾ എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കൾ കണക്കാക്കുക. എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ എത്രയാണ്, ഈ ബഹുപദത്തിൻ്റെ പരിഹാരം എന്താണ്, എക്സ് ഈ ബഹുപദം ഈക്വൽ ടു 0 ആവാനായിട്ട് എക്സിന് ഏത് വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് എടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, എയും ബിയും സിയും എടുത്തെഴുതാം. അപ്പോൾ ax² + bx + c അതാണല്ലോ നമ്മുടെ ഇത് പൊതുവായ രൂപം രണ്ടാം കൃതിയുടെ. അപ്പോൾ ax² + bx + c. ഇവിടെ എക്ക് പകരം എന്താ 2. അപ്പോൾ ആദ്യം തന്നെ എ എടുത്തെഴുതി. ഇനി ബി എന്താ, ബിക്ക് പകരം -7, നെഗറ്റീവ് ഒന്നും മറക്കരുത്. സി എന്താ -1. അപ്പോൾ എയും ബിയും സിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, b² - 4ac കാണാം. b² ഏതാ, ബി ഇവിടെ -7, -7² -4 ഇൻറ്റു എ എന്താ 2 ഇൻറ്റു സി എന്താ -1. അതായത് -7² എന്ന് പറഞ്ഞാൽ എന്താ, -7 ഇൻറ്റു -7 49, +49. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അതായത് -4 ഇൻറ്റു 2 ഇൻറ്റു 1 എന്താ -8. അപ്പോൾ -8 എന്താ +8. അപ്പോൾ 49 + 8 എന്തായി 57. അപ്പോൾ b² - 4ac നമുക്ക് എന്ത് കിട്ടി, 57 കിട്ടി. അപ്പോൾ √b² - 4ac എന്താ, ഈ 57 ഇനി നമുക്ക് വേറെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, എന്ത് √57 തന്നെ എഴുതാം. ഇനി നമുക്ക് എന്ത് പരിഹാരം കണ്ടുപിടിക്കാം. എക്സ് സമവാക്യം എഴുതാം. -b ± √b² - 4ac/2a. ബി എന്താ -7. ബി ഓൾറെഡി നെഗറ്റീവാണ്, അതിൻ്റെ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ അത് പോസിറ്റീവായോ, ആയി. ഇനി പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. +or- എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ +or- √b² - 4ac നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്താ, √57/2a. എ എന്താ 4. അപ്പോൾ 2 ഇൻറ്റു 2 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, എക്സ് എന്ന് പറയണത് 7 + √57/4. പിന്നെ ഏത് വാല്യൂയും കൂടി വരാം, 7 - √57/4 അല്ലേ. ഒരു രണ്ടാംകൃതി ബഹുപദത്തിന് എത്ര പരിഹാരങ്ങൾ ഉണ്ടാവാം, 2 പരിഹാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ 2 പരിഹാരങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഇനി ഇതുപോലത്തെ തന്നെ അടുത്ത കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത കണക്കിൽ ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2x² - 7x പകരം +7x ആക്കി. 2x² + 7x. ഒരു ചിഹ്നത്തിൻ്റെ വ്യത്യാസം ഉള്ളൂ എന്നുണ്ടെങ്കിലും അതൊരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എ എന്തെഴുതാം, 2. ബി എന്തെഴുതാം, 7. സി എന്തെഴുതാം, -1. മനസ്സിലായല്ലോ? എയും ബിയും സിയും എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കാം, b² - 4ac. അതെന്ത് തന്നെയായിരിക്കും, √57 തന്നെയായിരിക്കും. നമുക്കൊന്നും കൂടി കണ്ടുപിടിക്കാം. b² എന്ന് പറഞ്ഞാൽ എന്താ, 7² -4 ഇൻറ്റു എ എന്താ 2, സി എന്താ -1. അതായത് 49 + 8 = 57. അപ്പോൾ √b² - 4ac എന്താ, √57. ഇനി എക്സ് സമം -b +or- √b² - 4ac/2a. ഇനി ഇവിടെ -bക്ക് എന്ത് കൊടുക്കണം, -7 കൊടുക്കണം. കഴിഞ്ഞ കണക്കിൽ -7 ആയതുകൊണ്ട് ഇതിവിടെ പോസിറ്റീവായിരുന്നു. ഇവിടെ 7b എന്ന് പറയണത് പോസിറ്റീവാണ്, അതുകൊണ്ട് -b നെഗറ്റീവാണ്. -7 +or- √b² - 4ac എന്താ, √57/2a 4. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ എങ്ങനെ എഴുതാം, എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്,
-7 പ്ലസ് √57/4 പിന്നെ ഏതാണ് -7 മൈനസ് √57/4. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പൊതുവായ പരിഹാരം. ഇത് രണ്ടുമാണ് ഈ ഒരു ബഹുപദത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഇത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ അപ്ലൈ ചെയ്താൽ മതി. എ എന്താ, ബി എന്താ, സി എന്താന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്ത കണക്ക് ഇതേപോലെ തന്നെ വേറൊരു പോളിനോമിയലാണ് തന്നിരിക്കുന്നത്. 9x² പ്ലസ് 12x പ്ലസ് 4 ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 9, ബി എന്താ 12, സി എന്താ 4. ഇനി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? b² മൈനസ് 4ac. b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 12² മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താ 9 ഇൻറ്റു 4, സി എന്ന് പറയുന്നത് 4. അപ്പോൾ 12² എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ക്വയർ പഠിച്ച് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് 15 വരെയുള്ള സ്ക്വയറും പിന്നെ 25ൻ്റെ സ്ക്വയർ 625 ഓർത്തിരിക്കുക. അപ്പോൾ 12² എന്ന് പറഞ്ഞാൽ 144. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 16 ഇൻറ്റു 9, 4 ഇൻറ്റു 4 എന്താ 16 ഇൻറ്റു 9, 9 6 54, 5 9 5 14 എന്ത് തന്നെയാണ് 144 തന്നെയാണ്. അപ്പോൾ b² മൈനസ് 4ac എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ b² മൈനസ് 4ac 0 കിട്ടിക്കഴിഞ്ഞാൽ എക്സിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ഒരു വിലയേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല. b² മൈനസ് 4ac 0. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ എപ്പോഴും എന്ത് ചെയ്താൽ ഫോർമുല എഴുതാം. -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a. -b ഇവിടെ b എന്താ 12, അപ്പോൾ -b എന്താ -12. ഇനി ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതെന്തായി മാറി? 0 ആയി മാറി. 0 എന്ന് പറഞ്ഞാൽ √0 0/2a. 2 ഇൻറ്റു എന്താ 2 ഇൻറ്റു a എന്ന് പറയുന്നത് 9, 2 ഇൻറ്റു 9 18, അതായത് -12/18. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് വെട്ടിക്കളഞ്ഞൂടെ? 4 ഇൻറ്റു 3 ആണ്, 4 കൊണ്ടല്ല 6 കൊണ്ട്. 6 ഇൻറ്റു 2 ആണ് 12, 6 ഇൻറ്റു 3 ആണ് 18. അപ്പോൾ ഇതെന്ത് കിട്ടി? -2/3 ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ 0 എന്ന കാരണം എക്സിന് ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. നേരത്തെ എഴുതിയ പോലെ കോമ ഇട്ടിട്ട് 2 എണ്ണം എഴുതാനില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിഹാരം. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇപ്പോൾ എ ബി സി കണ്ടുപിടിക്കുക. b² മൈനസ് 4ac കാണാം, അതിൻ്റെ റൂട്ട് കാണാം. അതിന് ശേഷം ഇത് ഈ ഫോർമുലയിൽ അങ്ങ് കൊടുക്കാം. അല്ലെങ്കിൽ നേരിട്ട് ഫോർമുലയിലേക്ക് കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് തന്നെ b² മൈനസ് 4ac കണ്ടാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇതാണ് തോന്നുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 42 മീറ്റർ, അതിൻ്റെ വികർണം 15 മീറ്ററുമാണ്. അതിൻ്റെ വശങ്ങളുടെ നീളം എന്താണ്? എന്താ തന്നിരിക്കുന്നത്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 42 സെൻറ്റിമീറ്റർ ആണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 42ഉം അതിൻ്റെ ഒരു ഡയഗണൽ 15 മീറ്ററാണ്. 15 മീറ്ററാണ്. അപ്പോൾ ഇത് 42 മീറ്റർ, ഇത് 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡുകൾ എന്താണ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും എന്താണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എല്ലാ സൈഡുകളും കൂടി കൂട്ടണത് അല്ലേ? ലെങ്ത്ത് പ്ലസ് ലെങ്ത്ത്, ബ്രെഡ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് 2 ഇൻറ്റു L പ്ലസ് ബി, അതായത് 2L പ്ലസ് 2B അല്ലേ? 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു ഭാഗം, ഈ ഒരു പീസ് മാത്രം എടുത്തേ. അപ്പോൾ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം ഈ ചുറ്റളവിൻ്റെ എന്തായിരിക്കും? പകുതി ആയിരിക്കില്ലേ? ഇതാണ് കംപ്ലീറ്റ് റെക്റ്റാങ്കിള്. അപ്പോൾ ഇത് 42 ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇത്രയും വരെ എത്ര ഉണ്ടാവും? 21 ഉണ്ടാവും. ഇത്രയും വരെ 21 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 21 കിട്ടും. മനസ്സിലാവണ്ട? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 42 മീറ്ററാണ്. അതായത് 2 × L+B ആണ് എന്ത്? 42 മീറ്റർ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? ഡയഗണൽ അഥവാ വികർണം എത്രയാണ് തന്നിരിക്കുന്നത്? 15 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എല്ലും ബിയും എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇത്രയും പീസ് എടുത്താൽ മതി, റെക്റ്റാങ്കിൾ എടുക്കണമെന്നില്ല. ഇതെന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഒരു ചതുരത്തിൻ്റെ ഈ മൂലകളൊക്കെ എത്ര ഡിഗ്രി വെച്ചിട്ടാണ്? 90 ഡിഗ്രി വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്ത്? ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഇത് വികരണം, ഇത് 15 മീറ്റർ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് എന്തെടുക്കാം? ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 2 × L+B നമുക്കറിയാം 42 ആണ്. അങ്ങനെയാണെങ്കിൽ L+B എന്തായിരിക്കും? 42/2 = 21 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 21 മീറ്റർ കിട്ടും. പിന്നെ നമുക്കറിയാം വികരണം L = x എടുക്കാം. L+B നമുക്കറിയാം എത്രയാ? 21 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലിന് പകരം എന്തെടുക്കാം? x + b = 21. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ? 21 - x അല്ലേ? അപ്പോൾ ലെങ്ത്ത് എക്സും അടുത്തത് ബ്രെഡ്ത്ത് 21 - x. അതായത് ഒരു വശം എക്സും ഒരു വശം എന്ത് കിട്ടി? 21 - x കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ 3 വശങ്ങൾ? ഒരു മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങളായിട്ട് കിട്ടി. നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? ഈ 2 വശങ്ങളും കിട്ടിയാൽ മതി. ഒരു ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കുക. അപ്പോൾ ഈ എക്സും 21 - x എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ 2 വശങ്ങൾ കിട്ടി എക്സിൻ്റെ ടേംസിൽ. പിന്നെ നമുക്ക് ഹൈപ്പോട്ടിന്യൂസും അറിയാം. അപ്പോൾ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ചെയ്യാലോ. അപ്പോൾ ഇത് മീറ്റർ, ഇത് 21 - x, ഇത് എക്സ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല, ആഡ് ചെയ്യലാണ് ഇത് രണ്ടും എപ്പോഴും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബൈ പൈതഗോറസ് തിയറം x² + 21 - x². എന്താ? പാദം സ്ക്വയർ + ലംബം സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ + പാദം സ്ക്വയർ, അല്ലെങ്കിൽ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ + ബേസ് സ്ക്വയർ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്ലാസ്. അപ്പോൾ = ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? 15². ഇതിവിടെ ഞാൻ പ്രത്യേകിച്ച് എഴുതണില്ല കേട്ടോ. ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ + പാദം സ്ക്വയർ = കർണം സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. അപ്പോൾ x² + 21 - x = 15². ഇനി x² നമ്മളിവിടെ എഴുതി. ഇനി ഇതിനെങ്ങനെ നമ്മൾ ചെയ്യും? 21 - x (2). 21 - x (2) എങ്ങനെയാണ് ചെയ്യുക? അത് ഏത് ഫോമിലായിരിക്കണത്? a - b (2). a - b (2) എന്താ? a² - 2ab + b² അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്ക് പകരം എന്താ? 21². അപ്പോൾ 21² - 2ab 2 × 21 × bക്ക് പകരം ഇവിടെ എന്താ? x. bക്ക് പകരം x, എക്ക് പകരം 21. bക്ക് പകരം x, എക്ക് പകരം 21. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം പ്ലസ് a² a - b (2). a² എന്ന് പറഞ്ഞാൽ 21² - 2ab 2 × 21 × x + b². b² എന്താ? x² = 15². 15 × 15 എത്രയാ? 225. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. x² + 21 × 21 441
മൈനസ് 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു 21 എന്താ 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 225. ഇനി ഇതെന്തായി? ഇതെന്ന് പറയാം എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ, ഒരു എക്സ് സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് എത്ര എക്സ് സ്ക്വയർ ആയി? 2 എക്സ് സ്ക്വയർ ആയി. ഇനി ഇവിടെ എക്സിൻ്റെ ഏതാ? മൈനസ് 42 എക്സ്. അതങ്ങനെ എഴുതാം, മൈനസ് 42 എക്സ്. ഇനി ഇവിടെ ഈക്വൽ ടു 225 അതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നമുക്കിവിടെ ഈക്വൽ ടു 0 ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ 441 മൈനസ് 225 എത്രയാണെന്ന് നോക്കാം. എത്രയാ? മൈനസ് 216. 441 മൈനസ് 225 216 ഈക്വൽ ടു 0. കിട്ടിയില്ലോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? ഇതിനൊക്കെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഇക്വേഷന് നമുക്ക് കുറച്ചും കൂടി ഒരു ചെറിയ നമ്പറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ബി സ്ക്വയറും 4ac എല്ലാം കാണാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇക്വേഷനിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ നമുക്ക് 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണത് എന്തുകൊണ്ടാണ്? ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് 2 എന്ന ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇത് 2x സ്ക്വയറിനെ 2 കൊണ്ട് അല്ലെങ്കിൽ 2 പുറത്തേക്ക് എടുക്കാമെന്ന് പറയാം. 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ അതെന്തായി? എക്സ് സ്ക്വയർ മൈനസ് 42ൽ നിന്ന് 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ 42ൽ ഇനി ബാക്കി എന്താ ഉള്ളത്? 21. 2 ഇൻറ്റു 21 ആണ് 42 അല്ലേ? അപ്പോൾ 21 കിട്ടി. ഇനി 216 2 പുറത്തേക്ക് എടുത്താൽ 216/2 എന്താ? 108. അപ്പോൾ ഇത് മൈനസ് 108 ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? ഇനി ഈ 2വിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതെന്തായി? 0/2 ആയി. അതായത് 0 തന്നെ. അപ്പോൾ ഈ 2 അങ്ങോട്ട് പോയി കിട്ടി. അത്രേ ഉള്ളൂ. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഇതിനൊക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2 പുറത്തേക്ക് എടുക്കുന്നു. ആ 2 കോമൺ ആയതുകൊണ്ട് അതിന് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് 0/2 ഈക്വൽ ടു 0 തന്നെ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 21x മൈനസ് 108. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും സിയും വെച്ചിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആക്കിയെന്നുള്ളൂ. ഇനി നമുക്ക് സമവാക്യത്തിൽ കൊടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 21x എക്സ് സ്ക്വയർ മൈനസ് 21x മൈനസ് 108 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇത് എക്സിൻ്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കാം? സോറി, അതിന് മുന്നേ നമുക്ക് എന്ത് എഴുതണം? എയും ബിയും സിയും എഴുതണം. ഇതിൽ എ എന്താ? 1. ബി എന്താണ്? മൈനസ് 21. സി എന്താണ്? മൈനസ് അല്ല, സോറി, ഇവിടെ പ്ലസ് ആണ്. പ്ലസ് 108. അങ്ങനെ എയും ബിയും സിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ 21 സ്ക്വയർ എന്താ? 441. നെഗറ്റീവ് 21 ഇൻറ്റു നെഗറ്റീവ് 21 എത്രയാണ്? 441 മൈനസ് 4 ഇൻറ്റു എ എന്താ? 1. സി എന്താ? 108 ഈക്വൽ ടു 441 മൈനസ് 4 ഇൻറ്റു 108. 4 ഇൻറ്റു 108 432 വരും. അതായത് ഇനി 441ഉം 432 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ത് കിട്ടി? റൂട്ട് 9. എന്താ റൂട്ട് 9? 3 അല്ലേ? ഏത് നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴേ ഇത് കിട്ടണത്? ഏത് നമ്പറിൻ്റെ സ്ക്വയറാണോ 9? 3ൻ്റെ സ്ക്വയറാണോ 9? അപ്പോൾ 9ൻ്റെ റൂട്ട് 3. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ഫോർമുലയിൽ കൊടുക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a. മൈനസ് ബിക്ക് പകരം മൈനസ് ഓഫ് മൈനസ് 21. അപ്പോൾ അതെന്തായി? പ്ലസ് 21. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ കണ്ടുപിടിച്ചു. എന്താ? 3/2a. 2a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 2 തന്നെ. അപ്പോൾ ഏതൊക്കെയാണ് എക്സിൻ്റെ വില? ഒന്നുകിൽ 21 പ്ലസ് 3/2 വരും,
അല്ലെങ്കിൽ 21 - 3/2 വരും. അപ്പോൾ 21 + 3/2 എന്ന് പറഞ്ഞാൽ 24/2. പിന്നെ ഏതാ 21 - 3/2, അതായത് 18/2 അല്ലേ. അപ്പോൾ 24/2 എന്താ 12, 18/2 എന്താണ് 9. അപ്പോൾ 12ഉം 9ഉം ആണ് ഇതിൻ്റെ എക്സിൻ്റെ വിലയായിട്ട് കിട്ടണത്. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും 12ഉം 9ഉം. അപ്പോൾ എക്സ് 12 ആണെങ്കിൽ അടുത്ത ലെങ്ത്ത് എക്സ് 12 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും 21 - എക്സ്, അതായത് 21 - 12 എന്താ 9. അപ്പോൾ 12ഉം 9ഉം തന്നെയാണ് എന്ത് ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സമചതുരമല്ല, സാധാരണ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടിയില്ലോ. ഇത് 12, ഇത് 9, ഇതെത്രയാ വികരണം 15, 12, 9. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ചതുരാകൃതിയായ ഒരു കടലാസിൽ നിന്ന് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ 2 സമചതുരങ്ങൾ മുറിച്ചു മാറ്റുന്നു. മിച്ചമുള്ള ഭാഗത്തിൻ്റെ പരപ്പളവ് 27 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ചതുരത്തിൻ്റെ മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? എന്താ തന്നിരിക്കുന്നത്? ഒരു ചതുരാകൃതിയുള്ള ഒരു കടലാസ്. ആ കടലാസിൽ നിന്ന് 2 സമചതുരാണ്. എന്താണ് 2 സ്ക്വയറാണ്. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പീസ് ഓഫ് പേപ്പറിൽ നിന്ന് 2 പീസ് സ്ക്വയർ മുറിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 27 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ബാക്കിയുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവാണ് 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇത് മൊത്തം എന്താണ് ഒരു ചതുരാണ്. ഈ ചതുരത്തിൽ നിന്ന് 2 സമചതുരങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞ് ബാക്കി എത്ര ഏരിയ കിട്ടി 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ പണ്ടത്തെ പഴയ ചതുരത്തിൻ്റെ നീളം മൊത്തത്തിൽ നീളം എത്രയായിരുന്നു 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ചതുരത്തിൻ്റെ മറ്റേ വശത്തിൻ്റെ നീളം, മറ്റേ വശം എന്ന് പറഞ്ഞാൽ എന്താ ഈ വശത്തിൻ്റെ നീളം അല്ലെങ്കിൽ ഈ വശം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കണം? സമവാക്യം അല്ലെങ്കിൽ പോളിനോമിയൽ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? ഇപ്പോൾ നമുക്കറിയാം ഇത് സമചതുരങ്ങളാണ് അല്ലേ. സമചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സമചതുരമാണ്, ഇതും ഒരു സമചതുരമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും ഈക്വലായിരിക്കും, അതേ വശം തന്നെയായിരിക്കും ഇവിടെയും. അപ്പോൾ ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് എക്സ് ആണ്, ഇതും എന്താണ് എക്സ് ആണ്, ഇതും എന്താ എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും ഒക്കെ എക്സ് ആണ് അല്ലേ. അപ്പം ഇതും എന്ത് തന്നെയാണ് എക്സ് ആണ്, കാരണം ഇവിടുത്തെ ഈ നീളം തന്നെയായിരിക്കും ഇവിടെ ചതുരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വീതി എന്ന് പറയുന്നത് നമ്മൾ എക്സ് എടുത്തു. നീളം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെ നമുക്കറിയാം 15 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ഇനി നമുക്ക് എന്തെഴുതാം? ഈ മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ബിഗ് റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ എന്ത് എഴുതാം? വലിയ ചതുരത്തിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം. ലെങ്ത്ത് വലിയ ചതുരത്തിൻ്റെ ലെങ്ത്ത് എത്രയാണ് തന്നിട്ടുണ്ട് 15 മീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അതായത് 15x ആണ് ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്നുള്ളത്. ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവിനെ നമുക്ക് പീസാക്കി എടുക്കാമല്ലോ. ഈ സ്ക്വയറിൻ്റെ ഈ ഒരു ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവും ഈ സമചതുരത്തിൻ്റെ പരപ്പളവും പിന്നെ ഈ തന്നിരിക്കണ ഈ പരപ്പളവും ഈ മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ്. അങ്ങനെയും എഴുതാലോ അല്ലേ. ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 15 × x ആണ്. അതിന് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? ഇതിൻ്റെ പരപ്പളവ് പ്ലസ് ഇതിൻ്റെ പരപ്പളവ് പ്ലസ് ഇതിൻ്റെ, അതാണ് ഈ ടോട്ടൽ വലിയ ചതുരം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം തന്നെ സ്ക്വയറിൻ്റെ പരപ്പളവ് എത്രയാണ്? ഏരിയ ഓഫ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ്, അതായത് എന്ത് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ എക്സ് സ്ക്വയറും ഇതിൻ്റെയും എന്ത് തന്നെയാണ് എക്സ് സ്ക്വയർ.
അപ്പോൾ ഇവിടുത്തെ ഏരിയ എക്സ് സ്ക്വയർ, ഇവിടുത്തെ ഏരിയ എക്സ് സ്ക്വയർ, ഇവിടുത്തെ ഏരിയ 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് ഏരിയ ഓഫ് ബിഗ് റെക്റ്റാങ്കിൾ എത്രയാ? 15x ആണ് നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? ഈ 3 ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടണതിന് തുല്യമാണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 27 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത്ര ഏരിയയുടെ അളവ് 27 ആണെന്നുള്ളത്. അതായത് 2x സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താ? 2x സ്ക്വയർ പ്ലസ് 27 ആണ് എന്ത്? 15 × x എന്ന് പറയണത്. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ 15xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, 2x സ്ക്വയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് 2x സ്ക്വയർ 15xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -15x പ്ലസ് 27 ഈക്വൽ ടു, ഇനി ഇവിടെ ആരുമില്ല 0. കിട്ടിയോ? ഇക്വേഷൻ കിട്ടിയില്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 2x സ്ക്വയർ -15x പ്ലസ് 27 ഈക്വൽ ടു 0 കിട്ടി. ഇത്രയും വരെ മനസ്സിലായല്ലോ? എന്താ തന്നത്? ഒരു വലിയ ചതുരം, അതിൻ്റെ നീളം മാത്രം തന്നു 15, പിന്നെ അതിൻ്റെ ഒരു പീസ് ഇതിൻ്റെ ഏരിയ തന്നു 27, പിന്നെ അതിൽ നിന്ന് 2 സ്ക്വയർ പീസസ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഏരിയ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് സ്ക്വയർ. അങ്ങനെ മൊത്തം ഇതിൻ്റെ ഏരിയ 15x എന്ന് പറയണത് എക്സ് സ്ക്വയർ പ്ലസ് 27 എന്നാണ് കിട്ടി. അതിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇനി ഇതിലെ നമുക്ക് എയും ബിയും സിയും എഴുതിക്കൂടെ? എ എന്താണ്? 2 ആണ്. ബി എന്താണ്? -15 ആണ്. സി എന്താണ്? 27 ആണ്. മനസ്സിലായല്ലോ? എയും ബിയും സിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി സ്ക്വയർ -4ac കണ്ടുപിടിക്കണം. ബി സ്ക്വയർ -4ac ഈക്വൽ ടു, ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? -15. അപ്പം -15 സ്ക്വയർ -4 × എ എന്ന് പറയണത് 2 ആയിരുന്നു, സി എന്ന് പറയണത് 27 ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 സ്ക്വയർ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 225. -15 സ്ക്വയർ എന്ത് തന്നെയാണ്? 225 -4 × 2 8 × 27 216 വരും. അപ്പോൾ 216 225 നിന്ന് 216 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9. അപ്പോൾ ബി സ്ക്വയർ -4ac 9 ആണെങ്കിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് സമം -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ -4ac ബൈ 2a -b എന്താണ്? -15. ആ -15ൻ്റെ മൈനസ് എടുത്തു കഴിഞ്ഞാൽ +15 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് എന്താ? അതിൻ്റെ 3 ബൈ 2 × എ എന്താണ്? എ എന്ന് പറയുന്നത് 2 ആണ്. 2 × 2 ഈക്വൽ ടു 18/4ഉം പിന്നെ ഏതാ? 15 - 3 എന്താ? 12/4ഉം ആണ്. അതായത് ഇതെന്താണ്? വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 9/2ഉം ഇത് വെട്ടിക്കളഞ്ഞാൽ 3ഉം. അപ്പം 9/2 എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 4.5 അല്ലേ? 4യുടെ ഇരട്ടിയാണ് 9. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ. അടുത്തത് എന്ത് സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എക്സ് എന്ന് പറയണത് എന്തൊക്കെയാവാം? എക്സ് എന്ന് പറയണത് വീതി എന്താ? 4.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററും ആവാം.